പണക്കാട് വീട്ടിൽ വൻ സ്വർണ്ണമോഷണം. ബാലസുബ്രഹ്മണ്യം എന്ന ആളുടെ വീട്ടിലാണ് സ്വർണം മോഷണം നടന്നത്. ഏതാണ്ട് 100 പവനോളം സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടതെന്ന് വീട്ടുകാർ പറയുന്നു. ചെറുകുട്ടിയുടെ ഉപനയനത്തിനായി വീട്ടുകാരോടൊപ്പം ബന്ധുക്കളുമായി ചടങ്ങിൽ പങ്കെടുത്ത് ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് സ്വർണം മോഷണം പോയതായി അറിഞ്ഞതെന്ന് വീട്ടുടമ. വീടിൻ്റെ 2ാമത്തെ നിലയിൽ പുറകുവശത്തെ വാതിൽ തുറന്നു കിടന്നതും വീടിനകത്തെ സാധനങ്ങളും തുണികളും വലിച്ചുവാരി ഇട്ടിരുന്നതുമാണ് വീട്ടുകാർക്ക് സംശയത്തിനിടയായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്വർണ്ണം നഷ്ടപ്പെട്ടതായി അറിയുന്നത്. ഉടനെ പോലീസിൽ അറിയിക്കുകയായിരുന്നു. ഞാൻ ശിവരാം വാർഡിൻ്റെ കൗൺസിലറാണ്. ഇവിടെ ഈ പ്രദേശത്തെ ഒരു സാമൂഹ്യ സംഘടന ശിവരാമൻ നായർക്കരയോഗം, അത് NSSുമായി ബന്ധമില്ലാത്തൊരു സംഘടനയാണ്. ഈ പ്രദേശത്തെ കൂടുതൽ ആളുകളും തിങ്ങിപ്പാർക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയുടെ അതിൻ്റെ സെക്രട്ടറി കൂടിയാണ്. അതിൻ്റെ കീഴിലാണുള്ളതാണ് ആഗ്രഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുള്ളതാണ് ശിവരാമ മുക്കൂലക്കൽ ഭവിഷ്യത്രം. അതിൻ്റെയും സെക്രട്ടറിയാണ് ഞാൻ. ഈ സംഭവം അറിയുന്നത് ഉച്ചയോടുകൂടിയാണ്. അമ്പലത്തിൽ കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുന്ന ഒരു കോൺക്രീറ്റ് ഇണക്കാണ്. അവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പോലീസ് ജീപ്പൊക്കെ വന്നപ്പോൾ അവിചാരിതമായി ഇങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭം നോക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ഓടിയെത്തിയപ്പോഴിങ്ങനെ വിവരം അറിയുന്നത്. അപ്പോൾ പിന്നെ പറവ പോലീസിൻ്റെ ഒരു നല്ലൊരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ആഭരണങ്ങൾ പോയി എന്നാണ് അതിൻ്റെ ഉടമസ്ഥർ പറയുന്നത്. അവർ പൊതുവേ ഈ സമൂഹത്തിൽ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി കഴിയുന്ന ഒരാളുകളായതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇതൊരു ആദ്യത്തെ അനുഭവമായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. മെനിഞ്ഞാന്ന് അവിടെ ഒരു ചടങ്ങുണ്ടായിരുന്നു. ഈ വീട്ടിലെ ചെറുമകൻ്റെ ഉപനയനമെന്ന് പറയും. ബ്രാഹ്മൺ ഫാമിലിയിലാണ് പെട്ടത്. അനന്തശയനം കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു. ഞാനൊരു പങ്കെടുത്ത ആളാണ്. ഒരു ബന്ധുക്കളൊക്കെ 2-3 ദിവസം കൊണ്ട് വന്നും പോയൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഒരു വലിയൊരു ആഘോഷമായിട്ടാണ് നടത്തിയത്. സാമ്പത്തികമായി കുറച്ച് മെച്ചപ്പെട്ട ഫാമിലി ആയതുകൊണ്ട്. അപ്പോൾ അതിൽ ഇവർ ആഭരണങ്ങളെല്ലാം ചിലപ്പോൾ ലോക്കലിലൊക്കെ വെച്ചിരുന്നൊക്കെ ഈ ധരിക്കാൻ വേണ്ടി ഈ ദിവസങ്ങളിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടാവാം. പിന്നെ ഇന്നലെ ഉച്ച ഒരു 8:30 മണിയോടുകൂടി അവർ തിരുച്ചെന്തൂർ പോയി എന്നാണ് പറയുന്നത്. സാധാരണ ഇങ്ങനെ പോകുന്ന സന്ദർഭങ്ങളിൽ എത്ര നമ്മൾ അവയർനെസ് കൊടുത്താലും റെസിഡൻസുകളുടെ യോഗം വിളിക്കുമ്പോഴും മറ്റ് സാമൂഹ്യ സംഘടനകളുടെ യോഗം വിളിക്കുമ്പോഴും എല്ലാം പോലീസ് അധികൃതരെ ഒന്ന് അറിയിക്കണമെന്ന് പറയുമെങ്കിലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് വളരെ പ്രചാരം നൽകുന്നുവെങ്കിലും നമ്മുടെ ഭൂരിപക്ഷം ആളുകളും അതൊന്നും സമയത്തിന് പ്രായോഗികമായി ചെയ്യാറില്ല. അത് ഒരുപക്ഷെ ഒരു അവയർനെസ് ആ ഭാഗത്ത് ഉണ്ടാവുമായിരുന്നു എന്ന് നമുക്കിപ്പം ധരിക്കാം. എങ്കിലും ഇന്നലെ 8:30 മണിയോടുകൂടി അവർ തിരുച്ചെന്തൂർ പോയി. അവിടെ ചെന്ന് ദർശനമൊക്കെ നടത്തിയിട്ട് ഇന്നൊരു 12:20-12:30 കൂടെ വന്നു. അപ്പോഴാണ് കൃത്യമായ സമയം ഞാൻ ഓർമ്മിക്കുന്നില്ല സമയത്തിൻ്റെ അതിൽ ഉച്ചയ്ക്ക് ഇങ്ങനെ ആർത്തോടെ തന്നെ ഞങ്ങളെ കൂടെ വന്നു. അപ്പോഴിങ്ങനെ ആഭരണങ്ങൾ പോയി. ഒരു ശാസ്ത്രീയമായതിൽ അവിടുത്തെ പുതുമയുള്ളൊരു മോഷണ ശ്രമമായിട്ടാണ് നമ്മളിത് കാണുന്നത്. ഒന്നും കുത്തിപ്പൊളിച്ചായിട്ടൊന്നും കാണുന്നില്ല. ബാക്ക് ഡോർ വഴി 2ാമത്തെ നിലയിൽ നിന്നും താഴത്തേക്ക് വന്നു പോകുന്നു. പിന്നെ ഇതിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് 10-30 തൊഴിലാളികൾ മാറിയും പറിച്ചും വന്ന് പണികളൊക്കെ ഉണ്ടായിരുന്നു. വീട് ക്ലീനിങ്ങും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. പെയിൻറ്റിങ് നടത്തിയിരുന്നു. പിന്നെ ഇതിൽ അവർ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതിയ അനുഭവം പോലെ നിൽക്കുന്നു. മറ്റു കാര്യങ്ങളെന്താണ് എന്നറിയില്ല. പോലീസിൻ്റെ വളരെ സജീവമായ ഇടപെടൽ ആദ്യം മൂലധനം വന്നു. പിന്നെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ വന്നിരുന്നു. DCP വരുമെന്നൊക്കെ എന്ന് പറഞ്ഞവർ പ്രതീക്ഷിക്കുകയാണ്. ഫിംഗർ പ്രിൻ്റ് വന്നിരുന്നു. പോലീസ് ഡോഗ് വന്നിരുന്നു. പിന്നെ സമീപത്തുള്ള എല്ലാ CCTV ക്യാമറകളിലുള്ള വീടുകളിൽ വെച്ചിട്ടുള്ളതെല്ലാം പരിശോധിച്ചു. എന്തായാലും അതിനെപ്പറ്റി ഒരു ഗുണകരമായ ഒരു പ്രതികരണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഒരു ഉത്സാഹപൂർവ്വം പ്രവർത്തിച്ചാൽ അത് ഉടനെ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് കേരള പോലീസിൻ്റെ ഒരു സവിശേഷതയായി നമ്മൾ കാണുന്നു. അത് കണ്ടുപിടിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശത്തിലെ ആളുകൾക്കെല്ലാം ഒരു പൊതുവേ ഇങ്ങനെ മോഷണം പോയി നല്ല സെക്യൂരിറ്റിയുള്ള വീട്, ഇങ്ങനെ ഇതിൽ നിന്നും സെക്യൂരിറ്റി കുറവുള്ള വീടുകൾ എന്ത് സംഭവിക്കുന്നുള്ള പേരിൽ ആളുകൾക്കൊരു ചെറിയ ആശങ്കകൾ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. ഇവരുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഈ വീടുമായി ഇടപഴകുന്ന ആളുകളിൽ ആരോ ഈ സംഭവത്തെ സംബന്ധിച്ച് ഒരു മുൻധാരണ അവർക്കുണ്ടാവണം. അല്ല ഞങ്ങളേലും ഇവിടെ നിൽക്കുന്ന നമ്മൾ പോലും അറിഞ്ഞില്ല ഇവരിങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ പ്രദേശമായിട്ടുള്ളവർ പോകുന്നു. ഞാൻ നേരത്തെ ഒരു പോലീസിനെയൊക്കെ മുൻകൂട്ടി അറിയത്തില്ല, അവരുടെയെങ്കിലും ഒരു ഇതുണ്ടാവുമായിരുന്നു. ഇവിടുത്തെ CCTV ക്യാമറകൾ വ്യക്തമല്ല എന്ന് പറയുന്നത് ശരിയാണോ? CCTV ക്യാമറകളെല്ലാം ഈ റെസിഡൻഷ്യലിൽ വെച്ചിട്ടില്ല. അപ്പുറത്തെ ജംഗ്ഷനിൽ വെച്ചിട്ടുള്ള ആ ജംഗ്ഷനിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം മണക്കാട് വാർഡ്, ഒരു ഭാഗം ശ്രീവരാഗമാണ്. ഒരു മിക്സ്. എന്നാലും പരസ്പരം കൊടുത്തുണ്ട്. മണക്കാടിലെ കൗൺസിലറുടെ സന്നിഹിതനായിരുന്നു. ഈ പ്രദേശത്തുള്ള എല്ലാ ക്യാമറകളും നോക്കി. പിന്നെ നല്ല കാലാവസ്ഥ ഒരു മാറ്റമായിരുന്നില്ലേ, നല്ല രാത്രി നല്ല മഴ.
വെളുപ്പിലായപ്പോൾ നല്ല മഴ. അപ്പം സാധാരണ നല്ല തിരക്കുള്ള റോഡാണ് ഇത്, എയർപോർട്ട് അക്സസ് ഉള്ളതുകൊണ്ട് പാടില്ലാത്ത. ഈ ഡോഗ് വന്നിട്ട് ഏതുവരെ പോയെന്ന് വല്ലതും? പൊയ്യാണി ജംഗ്ഷൻ എന്ന് പറയും, അടുത്ത ജംഗ്ഷൻ അതുവരെ പോയിട്ട് മഴ അങ്ങനെ അതുവരെ പോയുള്ളൂ. ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമ്മൾ കാണുകയും വളരെ ജാഗരൂകരായി നമ്മളെല്ലാവരും വരും ദിവസങ്ങളിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സംഭവം പറഞ്ഞ ആന്റണി രാജു സാറൊക്കെ വന്നത് അറിഞ്ഞു ശരിയാണോ? ആന്റണി രാജു വന്നിരുന്നു. ഞാൻ സ്ഥലം എം എൽ എ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ വിവരം അറിയിച്ചു. അത് വേറൊരു കാര്യത്തിനാണ് വിളിച്ചത്. ശിവറാം UPSലെ ഒരു പുതിയ കെട്ടിടം നിർമ്മിച്ച് 14-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ അറിയിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ ക്രമീകരണമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരിക്കുന്ന ഒരു യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ നമ്മളെ മണ്ഡലത്തിലൊരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. പുള്ളി വന്നാൽ 4.5 മണിക്കൂറിൽ ഞാനിവിടെ എത്താമെന്ന് പറഞ്ഞു. പുള്ളി ഇവിടെ വന്നു. പുള്ളി വന്നതിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ആശയവിനിമയമൊക്കെ നടത്തി. അപ്പോൾ അദ്ദേഹം മനുഷ്യനെന്നുള്ളിൽ സംസാരിക്കുമ്പോൾ നമ്മൾ അതിൽ കിടപെടുന്നുള്ളതുകൊണ്ട് ഞാനിങ്ങനെ മാറി നിന്നു. ചേട്ടനെന്താ പറയുള്ളത്? ഞാനും ഈ പ്രദേശത്ത് ഇതിപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംഭവം നടക്കുകയാണ്. അല്ല, മോഷണം ഇങ്ങനെ നമ്മളെ വലിയ മോഷണമുള്ള ഏരിയൊന്നും അല്ല. സാധാരണ നമ്മളവിടുത്തെ ഇങ്ങനെ ഈ മോഷണം എന്ന് പറഞ്ഞാൽ സാധാരണ ലാക്കൊക്കെ പൊളിച്ചാണ് അകത്ത് പോകുന്നത്. ഇങ്ങനെ താക്കോലൊക്കെ ഇങ്ങനെ അതിൽ തന്നെ വെച്ചെടുക്കുന്നത് സംഭവം ആദ്യമായിട്ടാണ്. അതാണ് നമുക്കത് കാണാൻ പറ്റിയത്. ആയിരിക്കണം. അതെ അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. അതെ ഇത് അങ്ങനെയുള്ള ഒരു പ്രവണത ഇല്ലാതെ വളരെ തന്ത്രപൂർവ്വം ചെയ്ത ഒരു കാര്യമാണെന്നാണ് എൻ്റെ തോന്നുന്നത്. ചിലപ്പോൾ ആവാം. അതെ ചിലപ്പോൾ അറിയാനുള്ള ഒരാളായിരിക്കാം. വ്യക്തതയില്ല, അറിയാമെന്നുള്ള ഒരാരെങ്കിലും ആയിരിക്കാം. എന്നാൽ ലാപ്ടോപ്പോ മറ്റ് വിലപിടിപ്പുള്ള ഉപകരണങ്ങളോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വീട്ടുകാർ പറയുന്നു. സംഭവസ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും എത്തി പരിശോധന നടത്തി. സംഭവം അറിഞ്ഞ് മന്ത്രി ആന്റണി രാജുവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വീട്ടുകാരുമായി ചർച്ച നടത്തി. ന്യൂസ് ഡെസ്ക് വിജയ് ന്യൂസ്.